അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ ഒരു വർഷം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഇപ്പോൾ നമ്മളിൽ പുതിയൊരു വർഷം എന്ന് പറഞ്ഞിട്ട് 2026 കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് ഈ ഒരു വർഷം നമ്മൾ ഒരുപാട് ആഘോഷിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 2026 നമുക്ക് ബറക്കത്തുള്ള വർഷമാക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനായിട്ടും കഴിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയ ഈ വർഷത്തിൽ നമ്മളോട് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് മാപ്പ് പറയുക, പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ നമുക്ക് പടച്ച റബ്ബ് എന്തൊക്കെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസുകൾ തന്നിട്ടുണ്ടോ, നമുക്ക് എന്തൊക്കെ സന്തോഷങ്ങൾ തന്നിട്ടുണ്ടോ അതൊക്കെ ഓർത്തിട്ട് പടച്ച റബ്ബിനോട് ഒരുപാട് ഹംദ് പറയുക, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാനുണ്ടെങ്കിൽ അത് പടച്ച റബ്ബിനോട് ഈ വർഷത്തിൽ നടത്തി തരണേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദുആ ചെയ്യുകയും അമൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം പടച്ച റബ്ബ് നടത്തി തരും. അള്ളാഹു അല്ലേ നമുക്ക് തരുന്നവൻ. ഈ വർഷം നമ്മളിൽ കഴിഞ്ഞു പോയ വർഷം പോലെ അല്ലാതെ അതിലും കൂടി ഒന്നും കൂടി മെച്ചപ്പെട്ട് നമ്മൾ ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന വർഷമാക്കി മാറ്റണമെങ്കിൽ ഈ വർഷത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കുറച്ച് പ്ലാനിങ് ഒക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാം. അതായത് നമുക്ക് അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് നമ്മൾ 5 വക്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കും എന്നൊരു തീരുമാനമെടുക്കുക. അതുപോലെ പറ്റുന്ന സുന്നത്തുകളൊക്കെ എടുക്കും. അതുപോലെ ദിക്റുകൾ ചൊല്ലും. അള്ളാഹുവിന് വേണ്ടി ഖുർആനുകൾ ഒരുപാട് പാരായണങ്ങൾ ചെയ്യും. അതുപോലെ ദിവസവും ഹംദ് പറയും. പടച്ച റബ്ബ് നമുക്ക് തരുന്നതിനുള്ള നന്ദി ദിവസവും നമ്മൾ പറയും. തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുകയും ചെയ്യും. എങ്കിൽ തന്നെ നമ്മുടെ ജീവിതം ബറക്കത്തുള്ളതായിട്ട് മാറും. പടച്ച റബ്ബ് നമുക്ക് ബറക്കത്ത് തരും. അതുപോലെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് വരുത്തുന്ന ചിലവുകൾ ഒഴിവാക്കുക. ഒരു സാധനം നമ്മൾ മേടിക്കുമ്പോൾ അതിന് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ഒരു 2 വട്ടമോ 3 വട്ടമോ നമ്മളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് മാത്രം മേടിക്കാൻ നിൽക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സമ്പത്തിൽ നമുക്ക് ബറക്കത്ത് കിട്ടുകയും ഒരുപാട് സമ്പത്ത് നമുക്ക് പണം സൂക്ഷിക്കാനായിട്ട് കഴിയുകയും ചെയ്യും, ലാഭിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. എന്ന് വെച്ച് പിശുക്കല്ല, ആവശ്യത്തിന് വേണ്ടത് ചെലവാക്കുകയും ചെയ്യണം. നമുക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സദക്ക കൊടുക്കാനും തീരുമാനമെടുക്കുക. സദക്ക കൊടുക്കുന്നതോടുകൂടി പടച്ച റബ്ബ് നമുക്ക് ഇരട്ടിയാക്കിയിട്ട് തരുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയൊരു വർഷത്തിൽ നല്ലൊരു വർഷമാക്കി മാറ്റിത്തരട്ടെ പടച്ച റബ്ബ്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരികയും നമുക്ക് ബറക്കത്തുള്ള വർഷമാക്കി മാറ്റുകയും ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ്സും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി അസൂയ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.